ജെന്യൂൻ റിവ്യൂസ് ആണ് അതിൽ ഇട്ടിട്ടുള്ളത്. ഇപ്പൊ ഞാൻ പറയുന്നത് ജെന്യൂൻ ആണ്, എനിക്ക് പൈസ ഒന്നും തന്നിട്ടില്ല ട്രൂസൻസ്. പക്ഷെ ഞാനിപ്പോ പറയുന്നത് ജെന്യൂൻ റിവ്യൂസ് ആണ്, ലൈവ് ആയിട്ടുള്ള റിവ്യൂസ് ആണ് ഇപ്പൊ പറയുന്നത്. ശരിക്കും റിയൽ ലൈഫ് സേവേഴ്സ് ആണ് കേട്ടോ ട്രൂസൻസ്. കമ്പാരിറ്റീവ്ലി എനിക്ക് ഫോറക്സ് മാർക്കറ്റ് ഈസി ആയിട്ട് തോന്നുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെക്കാട്ടിലും വെരി സാറ്റിസ്ഫൈഡ്. ഇപ്പൊ ഇവിടേക്ക് വന്നതിന് ശേഷം ഞാൻ ഒരു $1,000 മുകളിൽ ഉണ്ടാക്കി, $5,000 ഡെമോക്ക്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫോറക്സ് ട്രേഡിംഗ് അറിയുന്ന കുറച്ച് പേരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവരുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:1, 1:2 ഒക്കെയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് 1:4, 1:5 ഒക്കെ കിട്ടും എന്ന് പറയുമ്പോൾ അവർക്ക് ഇതെങ്ങനെ. അപ്പോ അതും ഒരു മെയിൻ പോയിന്റ് ആണ് ട്രൂസെൻസിന്റെ. കാരണം ഹൈ റിസ്ക് റിവാർഡ് റേഷ്യോ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയും കൂടിയാണ്. നല്ല സപ്പോർട്ടാണ്. കാരണം ഈവൻ മനോജ് എന്ന് പറഞ്ഞിട്ട് ചേച്ചിയാണെന്നുണ്ടെങ്കിൽ കൂടി എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ നമുക്ക് അപ്പം റിപ്ലൈ തരും. പിന്നെ അഭിപ്രായം ആണെന്ന് കൂടി നല്ല സപ്പോർട്ടാണ്. ഇത് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തരുന്നില്ല. നല്ല എന്താ പറയാ, എന്താണ് വേണ്ടത് അത് മാത്രം നമ്മളെ ഫീഡ് ചെയ്യിപ്പിക്കുകയാണ്, അതിൽ തന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്, അതിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്യിപ്പിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒറ്റ സ്ട്രാറ്റജിയും ആ ഒരു ഒറ്റ സ്ട്രാറ്റജി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഏത് ചെറിയ കുട്ടികളും പഠിച്ചെടുക്കാം. അത്ര സിമ്പിൾ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. അതായത് 50,000 50 ലാക്ക് വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന്. പക്ഷേ ഈ സ്ട്രാറ്റജി നിങ്ങൾ ഉണ്ടാക്കാനായിട്ട് സ്പെൻഡ് ചെയ്ത ടൈം, അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറെ അനുഭവങ്ങൾ നമ്മൾ പോസിറ്റീവ് ആക്കിയിട്ട് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. പിന്നെ ഈ സ്ട്രാറ്റജി ആരുണ്ടാക്കിയാന്ന് അറിയില്ല, ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട് തന്നെ. ഇതിനൊക്കെ ചെലവഴിച്ചിട്ടുള്ള പൈസ എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ കൂടുതലായിരിക്കും. പക്ഷെ ഇത് കമ്പാരിറ്റീവ്ലി ലോ ആണ്. പരസ്യം മാത്രം കണ്ടോടെ ഞാൻ ജോയിൻ ചെയ്തില്ല കേട്ടോ. പക്ഷേ യൂട്യൂബിലെ റിവ്യൂസ് കണ്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയി. കാരണം ഒരാൾ പോലും നെഗറ്റീവ് പറയുന്നില്ല. മന്തിനുള്ളിലൊക്കെ ഇത്രയും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു 3 months കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും കണ്ടെടുക്കൊണ്ട് ഒരു 1 million മുകളിലൊക്കെ പോകും എനിക്ക് ഉറപ്പാണ്. അത്രയും കോൺഫിഡന്റ് ആയിട്ടുണ്ട്. ട്രേഡിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നു. കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത് ബിഗിനർ ആയിട്ടാണോ ഇന്റർമീഡിയറ്റ് ആയിട്ടാണോ എങ്ങനെയായിരുന്നു? കംപ്ലീറ്റ് ബിഗിനർ ടു ദ ഫോറക്സ്. എത്രയായി ബ്രോ സ്റ്റാർട്ട് ചെയ്തിട്ട് TMC സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം? ഞാനിപ്പോ ഒരു ഇന്നത്തേക്ക് ഒരു 1 month, നാളെ 4-ാം തീയതി അല്ലേ, നാളത്തേക്ക് ഒരു 1 month ആയി. 1 month ആയല്ലേ? എങ്ങനെ അപ്പോഴത്തേക്ക് ഏകദേശം കവർ ചെയ്യാൻ വേണ്ടി പറ്റി? പറ്റി. കാരണം ഞാൻ പഠിക്കാൻ വേണ്ടി ഇപ്പൊ ദുബായ് വന്നേക്കാണ്. അപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് തന്നെ അത്യാവശ്യം സെഷൻസ് കവർ ചെയ്തു. അവര് ഹെൽപ്പ് ചെയ്തു കവർ ചെയ്യാനായിട്ട്. ഓക്കെ. പിന്നെ ഫുൾ ടൈം എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റി ആ ഒരു സെഷനിൽ. എങ്ങനെയുണ്ട് ബ്രോ? കാരണം ലൈവ് മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്ത് നോക്കിയോ? ഡെമോ അക്കൗണ്ടിലായാലോ ലൈവ് അക്കൗണ്ടിലായാലൊക്കെ ലൈവ് ആയിട്ടുള്ള മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് അപ്ലൈ ചെയ്ത് നോക്കിയോ സ്ട്രാറ്റജി? ഡെമോ അക്കൗണ്ടിൽ ലൈവില് ഞാൻ ചെയ്ത് നോക്കി. ഞാൻ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ചെറിയ കൺഫ്യൂഷൻസും മിസ്റ്റേക്സും ഒക്കെ പറ്റും. പക്ഷെ അത് അബി ബ്രോനോട് ചോദിക്കുമ്പോൾ പറയുന്നു അതുകൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ തന്നെ പറയും ശരിയാണല്ലോ, എങ്ങനെയാണല്ലോ ഉണ്ടായത്. അതിങ്ങനെ റെക്ടിഫൈ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് ഇപ്പൊ 1-2 ടെസ്റ്റിൽ അടിക്കും, ബാക്കിയുള്ളതൊക്കെ ടീപ്പ് ചെയ്യണം. ഐ വെരി സാറ്റിസ്ഫൈഡ്. ഇപ്പൊ ഇവിടേക്ക് വന്നതിന് ശേഷം ഞാൻ ഒരു $1,000 മുകളിൽ ഉണ്ടാക്കി, $5,000 ഡെമോ അക്കൗണ്ടിൽ. ഞാൻ ഓക്കെ ഓക്കെ, വെരി പുള്ളിക്കാരൻ ഗുഡ്. ഞാൻ വോയിസ് മെസ്സേജ് അയച്ചിരുന്നു, ഇപ്പൊ 100 കിട്ടി കഴിഞ്ഞപ്പോ ഇരിക്കും എന്ന് പറഞ്ഞിട്ട്. എങ്ങനെയുണ്ടായിരുന്നു ട്രൂസൻസിന്റെ ഭാഗത്ത് നിന്നുള്ള സപ്പോർട്ട്? നല്ല സപ്പോർട്ടാണ്. കാരണം ഈവൻ മനോജ് എന്ന് പറഞ്ഞിട്ട് ചേച്ചിയാണെന്നുണ്ടെങ്കിൽ കൂടി എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ നമുക്ക് അപ്പം റിപ്ലൈ തരും. പിന്നെ അഭിപ്രായം ആണെന്ന് കൂടി നല്ല സപ്പോർട്ടാണ്. നമുക്ക് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അപ്പം കുറച്ച് ഡിലേ ആവുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. എന്നാലും അടിപൊളിയായിട്ട് നമുക്ക് പറഞ്ഞുതരും അത് എന്തുകൊണ്ട് ഡിലേ ആണെന്ന് പറഞ്ഞുതരും. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നന്നായിട്ട് മനസ്സിലാവുന്ന രീതിക്ക് ക്ലിയർ ചെയ്ത് തരും. പിന്നെ ഫാസിൽ ബ്രോനെ പറയാണ്ടിരിക്കാൻ വയ്യ. പുള്ളിക്കാരന്റെ സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻസ് കയറും. സെഷൻ കഴിഞ്ഞ് അപ്പം തന്നെ എടുക്കുന്ന ട്രേഡ് പ്രോഫിറ്റിലായിരിക്കും. അത് അടിപൊളി. ഫാസിൽ ബ്രോന് ശരിക്കും ഒരു ക്ലാപ്പ് കൊടുത്താലേ പറ്റുള്ളൂ. പുള്ളിക്കാരന്റെ ആ ഒരു ടീച്ചിങ് കാപ്പബിലിറ്റി നൈസ് ആണ്, ഞാൻ പറഞ്ഞോളാം, പറയാണ്ടിരിക്കാൻ വയ്യ. പിന്നെ പറഞ്ഞോളാം, അപ്രീസിയേഷൻ പറഞ്ഞോളാം. പറയണം, എന്തായാലും പറയണം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ആദ്യം തന്നെ പേടിച്ചിട്ട് വന്നേ, കാരണം ഇന്ത്യൻ മാർക്കറ്റിൽ കുറച്ച് പൈസ കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഫോറക്സിലും കൊണ്ട് കളയും ട്രൂസൻസ് ഇങ്ങനെയൊക്കെ പറയും, ഇവർക്ക് മാർക്കറ്റിന് വേണ്ടി പറയണതാന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു മൈൻഡിൽ വന്നേ. ഞാൻ സുജബ്രോനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും അവിടെ ഞാൻ ജോയിൻ ചെയ്തു. ഇതായിരിക്കും എന്റെ ലാസ്റ്റത്തെ പിടിവള്ളി എന്ന് പറഞ്ഞു. മനോജ് ചേച്ചി പറഞ്ഞു ഇല്ല ബ്രോ, അത് സെറ്റാണ് ബ്രോ, ബ്രോ ട്രേഡർ ആക്കിയിട്ട് പുറത്തേക്ക് വരുള്ളൂ. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തരുന്നില്ല. നല്ല എന്താ പറയാ, എന്താണ് വേണ്ടത് അത് മാത്രം നമ്മളെ ഫീഡ് ചെയ്യിപ്പിക്കുകയാണ്, അതിൽ തന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്, അതിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്യിപ്പിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഒരൊറ്റ സ്ട്രാറ്റജിയും ആ ഒരു ഒറ്റ സ്ട്രാറ്റജി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ എല്ലാവരും പല പല സ്ട്രാറ്റജി പഠിച്ചിട്ട് ഇത് ഏതെങ്കിലും പറഞ്ഞെടുത്തോ എന്ന രീതിക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. പിന്നെ എല്ലാവരും അവരുടെ ഒരു സെയിൽസിന്റെ ഭാഗമായിട്ട് മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ടും കുറെ വർക്ക് ചെയ്യാത്ത കുറെ സ്ട്രാറ്റജീസ് ഇങ്ങനെ വിറ്റ് കുറെ ടൈപ്പുകൾ ഉണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ. അപ്പൊ അതിൽ നിന്നൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. ഞാൻ കംപ്ലീറ്റ് ബിഗിനറാണ്. 1 month കൊണ്ട് തന്നെ ഇത്രയും ഇമ്പ്രൂവ് ആവാൻ പറ്റുന്നുണ്ട്, ഇത്രയും കോൺഫിഡൻസ് ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ വലിയ കാര്യമാണ്. കമ്പാരിറ്റീവ്ലി എനിക്ക് ഫോറക്സ് മാർക്കറ്റ് ഈസി ആയിട്ട് തോന്നുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെക്കാട്ടിലും. അതിന് ഏറ്റവും വലിയ കാര്യമാണ്. ഇത്ര സിമ്പിളാന്ന് വിചാരിച്ചായിരുന്നു. ഒട്ടും വിചാരിച്ചില്ല ഞാൻ കോംപ്ലിക്കേറ്റഡ് ആവുമെന്ന് വിചാരിച്ചു. പക്ഷെ പറയാണ്ടിരിക്കാൻ വയ്യ. ഇതിപ്പോ ഏത് ചെറിയ കുട്ടിക്കും പഠിച്ചെടുക്കാം. അത്ര സിമ്പിൾ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്.
സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. ഓക്കെ. പിന്നെ ഇപ്പം ചില അധികം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചിട്ട് വന്ന ആൾക്കാർ പറയാറുണ്ട് ലൈവ് മാർക്കറ്റിനെ പറ്റി. അതായത് നമുക്ക് പ്രീവിയസ് മാർക്കറ്റ് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിലെ ഇപ്പൊ എൻട്രി ഉണ്ടോ, ഇവിടെ സെല്ലാണോ ബൈ ആണോ എന്നല്ല, എന്നാൽ പോലും അവർക്ക് വരുന്ന സംശയങ്ങൾ തീർത്തു കൊടുക്കാൻ നോക്കുന്ന സമയത്ത് മെന്റർമാര് റിപ്ലൈ ചെയ്യുന്നില്ല, ചൂടാന്നൊക്കെ പറയുന്നുണ്ട്. എപ്പോഴേലും ചൂടായിട്ടുണ്ടോ ബ്രോ ഇവിടെ ആരെങ്കിലും? ആ എനിക്ക് എനിക്ക് മുമ്പ് ഞാൻ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു കോഴ്സ് എടുത്തിട്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് മെന്റർ ചൂടാവല്ല, ലൈക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ കാണിക്കും. നമ്മളെപ്പോഴും ഡൗട്ട് തോന്നുമ്പോൾ പുള്ളിക്കാരൻ എന്തോ ഡിസ്റ്റർബൻസ് ആവുന്ന പോലെ. അപ്പൊ നമുക്കൊരു ഇത് തോന്നും, ഇനിയിപ്പോ ചോദിച്ചിട്ട് ഇനിയിപ്പോ ഡിസ്റ്റർബൻസ് ആയാലോ. പക്ഷെ അഭിപ്രായം അങ്ങനെയല്ല, മെന്റർ അങ്ങനെയല്ല. ഞാൻ മെസ്സേജ് അയച്ചിട്ട് വെറുപ്പിച്ചാലും പുള്ളിക്കാരൻ അല്ലാതെ ഇരുന്ന് കേട്ട് ഓരോന്നിനും റിപ്ലൈ ചെയ്ത് അവസാനിപ്പിക്കുള്ളൂ. അത് വൈകുന്നേരം അയച്ചാലും പുള്ളിക്കാരൻ റിപ്ലൈ തരില്ല. പിറ്റേ ദിവസം എന്തായാലും 9:30 10 മണിക്കുള്ളിൽ നമുക്ക് തലേദിവസം അയച്ചിട്ടുള്ള എല്ലാ സംശയങ്ങളും തീർക്കും പുള്ളിക്കാരൻ. അങ്ങനെ മെന്ററിന്റെ ഭാഗത്ത് നിന്ന് ഫേസ് ചെയ്തിട്ടുണ്ട് മുമ്പത്തെ ഒരു കോഴ്സ് പഠിക്കാൻ പോയപ്പോ അവിടുത്തെ മെന്റേഴ്സ്. പിന്നെ നമുക്ക് ആ ഇൻട്രസ്റ്റ് പോവും. ആ ഒരു ഇപ്പം എന്താ പറയുക, കോളേജ് സ്കൂളൊക്കെ പഠിക്കുന്ന ഒരു സബ്ജക്റ്റിലെ ടീച്ചർമാർ നമുക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിനോടുള്ള ഒരു ഇത് പോവില്ലേ, അതേപോലെ തന്നെ നമുക്ക് ആ ട്രേഡിങ്ങിനോട് ഇൻട്രസ്റ്റും പോവും. അവര് പറയും നമുക്ക് ഈ ഇൻഡിക്കേറ്ററിന്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ എടുത്തോ അല്ലാതെ എടുക്കണ്ട, അത് പറഞ്ഞിട്ട് അവര് പോവും. അല്ലാണ്ട് ഇതൊക്കെയാണ് അവരവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട്. നമ്മൾ കൊടുത്ത പൈസ ഒന്നും അവർക്ക് വാല്യൂബിൾ അല്ല, പക്ഷെ അത് കൊടുക്കണ പൈസക്കുള്ള മുതലുണ്ട് ട്ടോ. ഓക്കെ. പിന്നെ എങ്ങനെ തോന്നുന്നു ബ്രോ, വാല്യൂ ഫോർ മണി ആണോ? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 50,000 റുപ്പീസിനൊക്കെ വർത്താണ് ഈ കോഴ്സ് എന്നൊക്കെ ചില ആൾക്കാർ വിളിച്ച് ചോദിക്കാറുണ്ട്. ബ്രോനും വരുന്ന സമയത്ത് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. ഇപ്പൊ എന്താ തോന്നുന്നു ബ്രോ? എന്ത് 50,000 റുപ്പീസ്? ഇതൊന്നും 50,000 റുപ്പീസ് ട്രേഡിംഗ് പറയാൻ 500 രൂപയുടെ വില ഉണ്ടാവുള്ളൂ. അതല്ല 50,000 50 lakh വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന്. പക്ഷെ ഈ സ്ട്രാറ്റജി നിങ്ങൾ ഉണ്ടാക്കാനായിട്ട് സ്പെൻഡ് ചെയ്ത ടൈം, അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറെ അനുഭവങ്ങൾ നമ്മൾ പോസിറ്റീവ് ആക്കിയിട്ട് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. പിന്നെ ഈ സ്ട്രാറ്റജി ആരുണ്ടാക്കിയാന്ന് അറിയില്ല, ഉണ്ടാക്കിയാൽ ബുദ്ധിമുട്ട് തന്നെ. ഇതിനൊക്കെ ചെലവഴിച്ചിട്ടുള്ള പൈസ എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും കൂടുതലായിരിക്കും. പക്ഷെ ഇത് കമ്പാരിറ്റീവ്ലി ലോ ആണ്. അടിപൊളിയാണ്, ഇത് കുഴപ്പമൊന്നുമില്ല. ഇത് ഡെഫിനറ്റ്ലി വാല്യൂ ബ്രോ ഫോർ പറഞ്ഞ മണിയും കറക്റ്റ് ആണ്. ചെയ്യും. കാരണം ഇത് ഉണ്ടാക്കാൻ വേണ്ടി അതെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് കോഴ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്തിട്ടുണ്ട്. ഒരുപാട് അതെ തനിച്ചിരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. കുറെ വർക്ക് ഒഴിഞ്ഞിട്ടും ഒക്കെ അതെ ഉണ്ട്. എന്നാൽ പോലും പൈസ ചെലവിന്റെ കാര്യം കണക്ക് കൂട്ടി ഞങ്ങൾക്ക് ഒരുപാട് ഫണ്ടഡ് അക്കൗണ്ട് എടുത്തിട്ട് ഈ പല പല സ്ട്രാറ്റജീസ് ഉപയോഗിച്ചത്. ഒന്നും ചെറിയ അക്കൗണ്ട്, എല്ലാം 1 lakh പോയില്ല അക്കൗണ്ട്സ് ആണ്. അതൊക്കെ അടിച്ച് ആ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഓരോന്ന് അടിച്ച് പോകുമ്പോഴും നമ്മൾ അതിന്റെ പുറകിൽ പോയിട്ട് പഠിച്ചു. പിന്നെ പക്ഷേ ഇതിന്റെ ബ്രെയിൻ എന്ന് വെച്ചാൽ ഇതിന്റെ പുറകിൽ ഒരുപാട് ബ്രെയിൻ ഉണ്ടായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ഫോറക്സ് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ആൾക്കാരാണ്. സോ ഉം. ഇതിന്റെ ഏത് വാലറ്റം വരെയും ചകഞ്ഞു പോകാൻ വേണ്ടി നമുക്ക് ഓക്കെയാണ്. അപ്പോ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസും അതുപോലെ തന്നെ ആയിരിക്കും. സോ അതുകൊണ്ടാണ് ഓക്കെ. ബാക്കിയുള്ള എല്ലാവരുടെ അടുത്തുനിന്നും അഡ്വർടൈസ്മെന്റ് മാത്രം പോകുന്നുണ്ട്, ട്രൂസൻസിന്റെ അടുക്കുന്ന നല്ല രീതിയിൽ റിസൾട്ട് പുറത്തു പോകുന്നുണ്ട്. അതിന് കാരണം ഇതാണ്. പിന്നെ ഞാൻ മെയിൻലി പരസ്യം മാത്രം കണ്ടോടെ ഞാൻ ജോയിൻ ചെയ്യില്ല കേട്ടോ. പക്ഷെ യൂട്യൂബിലെ റിവ്യൂസ് കണ്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയി. കാരണം ഒരാൾ പോലും നെഗറ്റീവ് പറയുന്നില്ല, പ്രോ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുള്ളൂ. അതും വേറെ വല്ല നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പറയാം ഒരു മാനിപ്പുലേറ്റീവ് ആയിരിക്കും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളീസ് തന്നെ പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള കാര്യം പറയുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആരും പൈസ കൊടുത്ത് ഇങ്ങനെ റിവ്യൂസ് പറയിപ്പിക്കില്ലല്ലോ. അപ്പൊ അതേ സെയിം റിവ്യൂ തന്നെ എനിക്കും പറയാനുള്ളൂ. സെയിം റിവ്യൂ, അതായത് ഒരു വ്യത്യാസമില്ല. ഇത് വാല്യൂ ഫോർ മണിയാണ്, ഡബിൾ ടൈം വാല്യൂ ഫോർ മണിയാണ്. അത് 50,000 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് 50,000 ഉണ്ടാകുമെന്നുള്ളൂ. അതൊന്നും പ്രശ്നമല്ല. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഇതിൽ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ഫ്രണ്ട്ലി ടോക്കിംഗ്, ഒരു അറ്റാച്ച്മെന്റ്, പിന്നെ എപ്പോൾ വിളിച്ചാലും നമുക്ക് സംശയങ്ങൾ പറഞ്ഞുതരാം. പിന്നെ ഒരു സിമ്പിൾ സ്ട്രാറ്റജി, അത് ആർക്കും സ്യൂട്ട് ആവുന്ന രീതിക്ക് ഒരു സിമ്പിൾ സ്ട്രാറ്റജി, അധികം കോംപ്ലിക്കേഷൻ ഇല്ലാണ്ട് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. 1 മന്തിനുള്ളിലൊക്കെ ഇത്രയും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു 3 മന്ത്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഫണ്ട് അക്കൗണ്ട് ഒരു 1 million മുകളിലൊക്കെ പോകും. എനിക്ക് അത്രയും കോൺഫിഡന്റ് ആയിട്ടുണ്ട്. വെരി ഗുഡ് ബ്രോ, ഹാപ്പി ടു ഹിയർ ദാറ്റ്. അതുപോലെ തന്നെ ഇനിയിപ്പോ ഓക്കെ. പുതിയതായിട്ട് ഇപ്പം ഒരുപാട് ആൾക്കാർ വരില്ലേ നമുക്ക് കോഴ്സ് എടുക്കാനും പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ട്. സോ എന്താണ് അവരുടെ അടുത്ത് ബ്രോന് പറയാനുള്ളത്? അവരെന്തുകൊണ്ട് പുതുതായിട്ട് ട്രൂസൻസിനെ കോഴ്സ് ചൂസ് എടുക്കാൻ ചെയ്യണം? ഞാന് ആക്ച്വലി ഇന്ത്യൻ മാർക്കറ്റിൽ കിടന്ന് വിളയാടി കുറെ പൈസ കൊണ്ട് കളഞ്ഞിട്ട് ഉള്ള ഒരാളാണ്. അപ്പൊ ഞാൻ ഇതെടുക്കുന്ന സമയത്ത് ഞാൻ എന്റെ വീട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവർ സമ്മതിച്ചില്ല. ഉം. പിന്നെ ഞാൻ വാശി പിടിച്ചിട്ട് ആണ് അവർ സമ്മതിച്ചത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ട്രൂസൻസിന്റെ ആ റിവ്യൂ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ്നെസ് തോന്നി. ഇതിൽ ആർക്കും ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല, ഈ ട്രേഡിങ്ങിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ കൂടി ട്രൂസൻസ് അത് നമ്മളെ 1 by 1 ആയിട്ട് ഫീഡ് ചെയ്ത് തരും, ഉള്ള കാര്യം മാത്രം. അതല്ലാണ്ട് കുറെ സ്ട്രാറ്റജിയിൽ ഇൻഡിക്കേറ്റർ മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയാവുന്ന രീതിക്ക്, ഏത് ചെറിയ കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിക്ക് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് അറിഞ്ഞോ അല്ലാതെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. മനസ്സിലായോ മനസ്സിലായില്ലേ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കാൻ കാരണം എന്നൊക്കെ. ഫാസിൽ ബ്രോന്റെ ക്ലാസ് എക്സലന്റ് എന്ന് ഞാൻ പറയുന്നു, അതിലൊരു കുറ്റം പറയാനില്ല. നമ്മുടെ മെൻറ്ററോട് ചോദിക്കാൻ ഡൗട്ട് ഇല്ല, അത് ഫാസിൽ ബ്രോന്റെ സെഷനിലെല്ലാം നമ്മൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ആക്ച്വലി. അത്ര തന്നെ. അതുകൊണ്ട് എന്തായാലും എല്ലാവരും ഈ കോഴ്സ് എടുക്കാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യും. എന്താ പറയാ, സ്ട്രാറ്റജി അത്രയും അടിപൊളിയാണ്. 1 മന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കോൺഫിഡൻസ് എന്തായാലും വരും. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു ഇൻട്രസ്റ്റും ആ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും സിമ്പിൾ ആയിട്ട് പിടിച്ചെടുക്കാം.
അത് മെയിൻ ആയിട്ട് വേണം കേട്ടോ. എല്ലാവർക്കും ഒരു ഇത് വേണം, ഡെഡിക്കേഷൻ വേണം ഒന്ന് പഠിച്ചെടുക്കണം. ഡെഫിനറ്റ്ലി. അങ്ങനെ ചെയ്യുമ്പോൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. എന്തായാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവാ. ഇനി ലൈവ് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് സ്റ്റുഡൻസ് പ്രോഫിറ്റ് ഷെയർ ഒക്കെ അയക്കുന്ന കാണുന്നില്ല. അതുമാതിരി ബ്രോന്റതും ഈ രീതിയിൽ തന്നെ പ്രോഫിറ്റ് ഷെയർ വരണം നമുക്ക്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഫോറക്സ് ട്രേഡിംഗ് അറിയുന്ന കുറച്ച് പേരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവരുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:1, 1:2 ഒക്കെയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് 1:4, 1:5 ഒക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ അവർക്ക് ഇതെങ്ങനെ അപ്പോ അതും ഒരു മെയിൻ പോയിന്റ് ആണ് ട്രൂ സെൻസിന്റെ. കാരണം ഹൈ റിവാർഡ് റേഷ്യോ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയും കൂടിയാണ്. അപ്പം ഇത് ശരിക്കും ഫോറക്സിനെ കുറിച്ച് കുലുക്കും ഉറപ്പാണ്. 2-3 വർഷം കഴിയുമ്പോഴേക്കും ഇത് ഫോറക്സിനെ ശരിക്കും കുലുക്കും. എന്തായാലും ഇതൊന്നും പിടിച്ചിട്ട് ഒരു തരംഗം ഉണ്ടാക്കും ഉറപ്പാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. എന്തായാലും പിന്നെ റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടുവന്നിട്ട് എന്ത് തോന്നുന്നു? എല്ലാം സെയിം റിവ്യൂ മനസ്സിലായില്ലേ? ഞാൻ മനസ്സിൽ ഇങ്ങനെ പ്രവർത്തിക്കായിരുന്നു. ഇവര് പറയുന്ന സെയിം റിവ്യൂ എനിക്ക് പറയാനും പറ്റുന്നില്ല. പക്ഷെ അത് പോസിബിൾ ആയി. അത് മനു ചേച്ചിയോട് ചോദിച്ചറിയാം എത്രത്തോളം എഫേർട്ട് അല്ലെങ്കിൽ വെറി ഇത് ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. അന്ന് എനിക്ക് കുറെ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ കുറെ ഫേമുകൾ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ച് 1 കൊല്ലത്തെ കോഴ്സാണ്, 6 കൊല്ലത്തെ കോഴ്സാണ്, കംപ്ലീറ്റ്ലി പഠിപ്പിക്കും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കും, അത് പഠിപ്പിക്കും, ഇത് പഠിപ്പിക്കും, ഇത് മാത്രമല്ല പഠിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് എന്നെ വിളിച്ച് സമീപിച്ചിട്ടുണ്ട്. പക്ഷെ അവിടേക്കൊന്നും പോവാണ്ട് എനിക്ക് ഇവിടെ വരാൻ തോന്നിയതിന്റെ കാരണം ശരിക്കും യൂട്യൂബിൽ നമ്മൾ ഇട്ടിട്ടുള്ള റിവ്യൂസ് തന്നെയാണ്. അത് ജെന്യൂൺ റിവ്യൂസ് ആണ് കേട്ടോ. ഒരിക്കലും മാർക്കറ്റിങ്ങിന് വേണ്ടി അവർ അപ്ലോഡ് ചെയ്തെന്ന് വിചാരിക്കരുത്. പലരും അങ്ങനെ ചിന്തിക്കാൻ ചാൻസ് ഉണ്ട്. മലയാളികളാണ്. അപ്പം ജെന്യൂൺ റിവ്യൂസ് ആണ് അതിൽ ഇട്ടിട്ടുള്ളത്. ഇപ്പൊ ഞാൻ പറയുന്നത് ജെന്യൂൻ ആണ്. എനിക്ക് പൈസ ഒന്നും തന്നിട്ടില്ല ട്രൂ സെൻസ്. പക്ഷെ ഞാനിപ്പോ പറയുന്നത് ജെന്യൂൺ റിവ്യൂസ് ആണ്, ലൈവ് ആയിട്ടുള്ള റിവ്യൂസ് ആണ് ഇപ്പൊ പറയുന്നത്. ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് ആണ്, അത്രയും കോൺഫിഡന്റ് ആണ്. ഇനിയിപ്പോ ഒരു 2 വീക്സിന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് റിയൽ അക്കൗണ്ട് ഒരു $50 അല്ലെങ്കിൽ $100 ഇട്ട് 1 ദിവസം 2 ദിവസം കൊണ്ട് തന്നെ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഫണ്ടഡ് അക്കൗണ്ട് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പാസ്സാക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ട്. റിസ്ക് റിവാർഡ് റേഷ്യോ, ഈ റിസ്ക് മാനേജ്മെന്റ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും കൂടി പോസിബിൾ ആവുന്ന എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ കോഴ്സിന്റെ പൈസ എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. 100%. അപ്പൊ പിന്നെ ആരെ കുറ്റം പറയാൻ കുറ്റം പറയാൻ പറ്റും. അതല്ല, ഇനിയിപ്പോ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അഭിപ്രായം ഉണ്ട്. എന്തുണ്ടെന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ നമുക്ക് എന്തെങ്കിലും ഒരു പാനിക് സിറ്റുവേഷൻ ആയെങ്കിൽ കൂടി നമ്മളെ അങ്ങനെ ഫ്രണ്ട്ലി ആക്കി സംസാരിച്ച് അതങ്ങനെ ഓക്കെ ആക്കും. അത് കുഴപ്പമില്ലടാ സാരില്ല, അത് ഇങ്ങനെയാണ് ബ്രോ, അങ്ങനെ എടുത്താൽ മതി, അങ്ങനെയാണ് എന്നൊക്കെ പറയും. നത്തിങ് ട്രൂ സെൻസ് നമ്മുടെ കൂടിയുണ്ട്. ഉള്ളത്തോളം കാലം നമ്മൾ എന്തിനു പഠിക്കണം, എനിക്ക് അത്ര തോന്നിയിട്ടുള്ളൂ. ഈവൻ വെണ്ടർ മാത്രമല്ല, ഈവൻ അവിടുത്തെ സ്റ്റാഫ് ആണെങ്കിലും കൂടി, ഈവൻ നമ്മുടെ കോൾ എടുക്കണ ആ ഒരു മനുജ എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്, ആ ചേച്ചി ആണെങ്കിലും കൂടി നമ്മുടെ വെണ്ടർ സപ്പോർട്ട് ചെയ്തെങ്കിൽ പുള്ളിക്കാരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞോളാം. വെരി വെരി മച്ച് താങ്ക് യു ഫോർ ട്രൂ സെൻസ്. ഇനി പ്രോഫിറ്റ് കിട്ടിയതിനു ശേഷം ശരിക്കും റിയൽ ലൈഫ് സേവേഴ്സ് ആണ് ട്രൂ സെൻസ്. ഐ ഫുള്ളി റെക്കമെൻഡ്. എന്തായാലും നല്ല രീതിയിൽ പഠിച്ച് പ്രാക്ടീസ് ചെയ്യും ബ്രോ. നല്ല റിസൾട്ട് ഉണ്ടായി കാണിക്കും. എനിവേ വിഷിംഗ് യു ഓൾ ദ സക്സസ് ബ്രോ. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. ഇതൊരു ഹൈ പ്രൊഫഷണൽ ആയിട്ട് ട്രേഡിംഗ് പ്രൊഫഷണൽ ആയിട്ട് ലൈഫില് മുന്നോട്ട് പോട്ടെ. ഒരു വേൾഡ് കാര്യങ്ങളൊക്കെ ട്രേഡിങ്ങിന്റെ രീതിയിൽ തന്നെ പോട്ടെ. ഒരു ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിട്ട് പോകുന്ന ലെവലിലേക്ക് ലൈഫ് മാറട്ടെ ട്രേഡിങ്ങിലൂടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ ബ്രോ, താങ്ക്സ്. Thank you so much.